ഇത്ര ആയ സ്ഥിതിക്ക് ഈ കളാനെ എങ്ങനെ വിട്ടാൻ പറ്റില്ല. തീർച്ചയായും അമ്പല കമ്മിറ്റിക്കാരറിഞ്ഞാൽ നമുക്ക് പണി പോകും. അന്നേ ഞാൻ പറഞ്ഞതാ ഈ വയസ്സാം കാലത്ത് ഈ സാമൂഹ്യ പ്രവർത്തനം നിൽക്കരുത്. പിന്നെ അവര് വേറെ വക്കീലിനെ വെച്ച് സ്വത്തുക്കളെല്ലാം ക്ഷേത്ര കമ്മിറ്റിയിലേക്ക് എഴുതി വെക്കും. എന്ത് ചെയ്യാൻ പറ്റും വക്കീലെ? കുറച്ച് റിസ്ക് ആണ്. ആദ്യം ഞാൻ ഒരു വിൽപ്പത്രം തയ്യാറാക്കാം. പിന്നെ അതിൽ ശ്രീധരേട്ടന്റെ ഒപ്പോ അല്ലെങ്കിൽ കൈവിരൽ രേഖ വേണ്ടി വരും. അയാളുടെ പേരിലുള്ള എല്ലാ സ്വത്തുക്കളും ഞങ്ങളുടെ പേരിൽ കാരണം. നിങ്ങൾ മക്കൾ രണ്ടുപേരും വഴക്കൊന്നുമില്ലാതെ സ്വത്തുക്കൾ വീതിച്ചെടുക്കണം. അത് കഴിഞ്ഞ് അച്ഛനെ നമുക്ക് ഏതെങ്കിലും സൈക്കാട്രി സെന്ററിലാക്കാം. ഭ്രാന്താശുപത്രി ആകുമ്പം ആളുകൾ അന്വേഷിക്കും. അയ്യോ, ഭ്രാന്താശുപത്രി വേണ്ട, വല്ല വൃദ്ധസാധനവും മതി. വൃദ്ധസാധനം മണ്ടത്തരോ? അവിടെ ആകുമ്പം ആളുകൾ അന്വേഷിക്കും. എന്തുകൊണ്ട് പറ്റില്ലെന്ന് നാട്ടുകാരറിഞ്ഞ അച്ഛന് വയ്യാന്ന് പറയണം. വൃദ്ധാശുപത്രി ആകുമ്പം അവർ പുറത്തേക്ക് വിടുകയില്ല, മറ്റുള്ളവർ അന്വേഷിച്ചല്ലേ. നാശം പിടിച്ച കിളവൻ കാലം ചെയ്താൽ മതിയായിരുന്നു. കർണാടകയിൽ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഭ്രാന്താശുപത്രി ഉണ്ട്. അവിടെ അല്പം ചില്ലറ കൊടുത്തു കഴിഞ്ഞാൽ ഏതവനെയും അവർ ഭ്രാന്താനെക്കും. കേരളത്തിലെ പല രാഷ്ട്രീയക്കാരും അവരുടെ എതിരാളികളെ ഭ്രാന്തന്മാരാക്കുന്ന ഇവിടെയാണ്. ഭാഷ അറിയാത്തതുകൊണ്ട് പുറത്ത് കാര്യം വരുന്നു. എന്ത് ഭാഗ്യത്തിന് വേറെ ആർക്കൊക്കെ എന്തൊക്കെ എഴുതി വെച്ചെന്ന് നിങ്ങൾക്കറിയോ? ഭഗവതി, നമ്മുടെ മക്കൾ അനുഭവിക്കേണ്ട സ്വത്തുക്കളാണ്. ചേച്ചി, ആ കിഴവന് പറഞ്ഞ മനസ്സിലാവണ്ടേ? ആൾക്ക് ആലോചിക്കണ്ട്, പല വിപ്ലവത്തിന്റെ ആളല്ലേ. അപ്പോ നാളെ തന്നെ നമുക്ക് വേണ്ട നടപടി ചെയ്യാം. തീർച്ചയായും. മക്കൾ അച്ഛനെ അയ്യോ മക്കൾ മക്കൾ എന്റെ മക്കൾ ചതിക്കുന്നല്ലോ, ചതിക്കുന്നു എന്റെ മക്കളെ. എന്നെ മക്കളെ ചതിക്കുന്നല്ലോ. ആ, ഇതാരെ? കൃഷ്ണനോ? എന്താണ് കൃഷ്ണ പെട്ടെന്ന്? മാഷില്ലേ? അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അവിടെ താക്കിയിരിക്കുക. അച്ഛനെ അയ്യോ, മാഷം എന്ത് പറ്റി? അതെ, അച്ഛന് വാർദ്ധക്യ സഹജമായ ഒരു അസുഖമായിരുന്നു. മാഷെ എനിക്കൊന്ന് കാണുമല്ലോ. ഇനി ഈ അടുത്തൊന്നും കാണാൻ പറ്റില്ല. വളരെ അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്താ അത്യാവശ്യം? മാഷെ അമ്പലത്തിന് മുന്നിലുള്ള കടയ സ്ഥലവും അനാഥാലയം തരാന്ന് പറഞ്ഞിട്ടായിരുന്നു. വെളിയില് നിനക്ക് എന്റെ ഭൂമി തന്നെ വേണം ഇല്ലടാ? ഓടാ ഓടാ, ഇറങ്ങി ഓടാ. താനും ചതിച്ചല്ലേ? ശ്രീധരേട്ടാ, ശ്രീധരന്റെ മക്കൾക്ക് വേണ്ടിയല്ലേ ഞാൻ ചെയ്യുന്നത്. ഇല്ല, ഞാൻ ഒപ്പിടില്ല. അച്ഛൻ്റെ ഒപ്പ് ഞങ്ങൾക്ക് വേണ്ട, ഫിംഗർ പ്രിന്റ് മാത്രം മതി. പിടി മാങ്ങ. ഞാൻ ഒപ്പിടില്ലടാ. ഞാൻ ചത്താലും ഒപ്പിടില്ല, ചത്താലും ഒപ്പിടില്ലടാ. ഒപ്പിടില്ലടാ, ഞാൻ ചത്താലും ഒപ്പിടില്ലടാ. ഒപ്പിടില്ല, ഇടിയടാ. ഞാൻ ഒപ്പിടില്ല, ചത്താലും ഒപ്പിടില്ല. മിണ്ടരുത്, മിണ്ടരുത്. ഒപ്പിടില്ല, ഞാൻ ഒപ്പിടില്ലടോ. അടങ്ങി കിടക്കാനോടെ. ഞാൻ ചത്താലും ഒപ്പിടില്ല. വക്കീലെ, ചതിച്ചോളോ തന്നെ. അയ്യോ അയ്യോ, എന്താടാ കാണിക്കുന്നേ? എല്ലാം പോയല്ലോ. അയ്യോ, എല്ലാം പോയി, എല്ലാം പോയല്ലോ. വക്കീലെ വേണ്ട, വക്കീലെ, വക്കീൽ ചതിച്ചോ? താനോ എന്നെ ചതിച്ചല്ലോ വക്കീലെ. ഓ, എന്താടാ കാണിക്കുന്നേ? എന്താടാ? ഓ, നിങ്ങൾ എന്നെ ചതിച്ചു.
ഇവിടെ നിന്ന് തന്നെ അച്ഛനും അമ്മാവനും അപ്പൂപ്പനെ കൊല്ലും. ഞാൻ എന്താടാ നോക്കിയിരുന്നേ? എന്റെ മാധവ, ഞാൻ അറിഞ്ഞോ കണ്ണ് തരുമ്പോ അച്ഛൻ ഓടി കളയുന്നു. ഞാൻ നോക്കണമായിരുന്നു. നീ എന്തായി പറയുന്നത്? എടാ അച്ഛൻ, ആഹാ അച്ഛൻ ഇവിടെ ഇരിക്കുകയാണോ? വാ വീട്ടിൽ പോകാം. പരട്ടക്കളവാ, മര്യാദക്ക് വീട്ടിലേക്കോന്നോ? അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണം? അല്ലോ അല്ലടാ അല്ല. എന്താ പ്രശ്നം? തിരുമേനിക്കറിയോ? നാട്ടുകാരെ നിങ്ങൾക്കറിയോ? എൻ്റെ ഈ മക്കൾ വ്യാജ പ്രമാണം ഉണ്ടാക്കി എൻ്റെ സ്വത്തുക്കൾ മുഴുവനും തട്ടിയെടുത്തു. തിരുമേനി വെറുതെയാ, അച്ഛൻ ബോധമില്ലാതെ പിച്ചും പേയും പറയുന്നതാ. വാ വീട്ടിൽ പോകാം. വിടടാ തിരുമേനി, ഈ ക്ഷേത്രത്തിന് മുമ്പിൽ 2.5 ഏക്കർ സ്ഥലമുണ്ടല്ലോ, അത് ഞാൻ ക്ഷേത്രത്തിന് ഇഷ്ടദാനം നൽകാൻ തീരുമാനിച്ചിരുന്ന. ഇവരത് തട്ടിയെടുത്തു, വ്യാജ പ്രമാണം ഉണ്ടാക്കി. ദേവിക്ക് കൊടുക്കാൻ പറ്റിയിരുന്നതായ 2.5 ഏക്കർ സ്ഥലം തട്ടിയെടുത്തു എന്നോ? ശിവ ശിവ. പൂജാരി പൂജ ചെയ്താൽ മതി, കുടുംബത്തെ കാര്യം നോക്കണ്ട. തിരുമേനി മാപ്പാക്കണം. അച്ഛന് ചിത്തപ്രമത്തിൻ്റെ അസുഖമുള്ളതാണ്. അച്ഛൻ മരുന്ന് കഴിച്ചിട്ടില്ല, അതാ. അല്ല തിരുമേനി, എന്നെ മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ഭ്രാന്തനാക്കാൻ അവരുടെ പരിപാടി. നിന്നൊക്കെ ഞാൻ കോടതി കയറ്റോളാം. വീട്ടിൽ വാ. ഇത് ക്ഷേത്ര പരിസരമാണ്, ഇവിടെ നിന്ന് പോകണം. ഇവിടെ കണ്ട് പ്രശ്നം ഉണ്ടാക്കി ഞാൻ പോലീസിൽ വിളിക്കും. എടോ അമ്പലം ഇറങ്ങി സ്ഥലം എന്ന് കേട്ടപ്പോൾ തൻ്റെ സ്വഭാവം മാറിയല്ലേ? ഇത് ക്ഷേത്ര പ്രശ്നമായി, ക്ഷേത്രഭൂമി പ്രശ്നമായി. നമുക്ക് കോടതിയായിട്ട് ബന്ധപ്പെടാം, കോടതിയിൽ പോകാം. ഇനി ഇവിടെ നിൽക്കണ്ട, ഇനി ഇവിടെ എന്താ പ്രശ്നമാണ്? നമുക്ക് പോകാം. കോടികളെ സ്വത്ത് ഒരുത്തരും കൈയിട്ട് വരാമെന്ന് വിചാരിക്കണ്ട. ശ്രീധരേട്ടനായി ക്ഷേത്രം നടക്കും, കൂട്ടുപിരിയും ഇവിടെ നിന്ന് തുറന്നു കിടക്കും. എല്ലാം ഈ ചേട്ടന്റെ അനാസ്ഥയാണ്. അയ്യോ ഞാനും. അതെ, ചേട്ടൻ തന്നെ മര്യാദയ്ക്ക് പൂട്ടിയിട്ടിരുന്നെങ്കിൽ. പരസ്പരം പോരടിക്കാനുള്ള സമയമല്ല. അച്ഛനെ തിരികെ കൊണ്ടുവരണം, ഇല്ലെങ്കിൽ പണി പാടും. എങ്ങനെ കൊണ്ടുവരാനാണ് അച്ഛനെ? ക്ഷേത്ര കമ്മിറ്റിക്കാർ അച്ഛന് കാവല. അവരച്ഛൻ്റെ തിരിയാൻ പോലും അവർ സമ്മതിക്കത്തില്ല. അതെങ്ങനെയാ? 10-15 കോടിയല്ലേ ഇവന്മാരെ പേര് വരാൻ പോണേ. അച്ഛനെങ്ങാനും മൊഴി കൊടുത്താൽ എൻ്റെ പണി പോകും, നിങ്ങൾ അകത്ത് പോകും. അതിന് ജീവനോടെ ഇരുന്നിട്ടല്ലേ? നീ എന്താ ഈ പറയുന്നത്? പറഞ്ഞത് നേരെ. ഒന്നുകിൽ അച്ഛനെ തിരികെ കൊണ്ടുവരണം, അല്ലെങ്കിൽ എന്ത്? എന്തിനാ നോക്കുന്നേ? കിഴവൻ ജീവനോടെ ഇരുന്നാലല്ലേ മൊഴി നൽകൂ. അല്ലാതെ വേറെ ഒരു വഴിയില്ല. നമ്മളുടെ കയ്യിൽ ഈ ഒരു വഴിയോ. കൊല്ലാനോ? എന്തിനാ ആലോചിക്കുന്നേ? അങ്ങ് തീർത്തേക്ക്. അച്ഛനെങ്ങാനും വേറെ ആരുടെയെങ്കിലും പേരിൽ ഇഷ്ടദാനം എഴുതി വെച്ച് നടന്ന കാര്യം കോടതിയിൽ പറഞ്ഞാൽ നമ്മളെല്ലാവരും അകത്തും. കോടികളുടെ നഷ്ടം ഉണ്ടാവും, നിങ്ങളുടെ സർക്കാർ ജോലിയും പോകും. വക്കീലേ, എന്തായാലും ഞങ്ങൾക്ക് അതിനുള്ള കഴിവില്ല. വക്കീലല്ലാന്ന് ചെയ്തതായിരുന്നു. ഒരുത്തനുണ്ട്, ചെമ്പ് മൂസ. അവൻ കാര്യങ്ങളെല്ലാം ചെയ്തു തരും. ഞാൻ ഡീലിംഗ് എല്ലാം ചെയ്തോളാം. നല്ല പണച്ചെലവുണ്ട്. മാത്രമല്ല പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടറിനും കാശ് കൊടുക്കേണ്ടി വരും. സമ്മതം.
പൈസ മുടക്കിയാലേ പൈസ കിട്ടുള്ളൂ. എന്ത് വേണമെന്ന് ചെയ്തോ. വക്കീലേ, വേദനിപ്പിക്കാതെ. അസ്സലാമു അലൈക്കും മൂസ ഭായി. ഇതാണ് സിംഗർ. ക്ഷേത്ര പരിസരത്താണ് താമസം. കയ്യോ കാലോ അതോ മൊത്തമോ? മൊത്തം കൊലപാതകമാണെന്ന് തോന്നുന്നു. സ്വാഭാവിക മരണമാണെന്ന് തോന്നുന്നു. അഡ്വാൻസ് ഇന്ന് തന്നെ എത്തിക്കാം. കൊലപാതകമാണ്. കുറച്ച് പൈസ ചിലവാകും. ഒരു സ്കൂളിലെ പരിപാടിയാണ്. കുഴപ്പമില്ല, ശരിയാക്കാം. ശ്രീധരൻ മാഷല്ലേ? അതെ. ഞാൻ മാഷിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ഓർമ്മയുണ്ടോ? ആണോ? എന്താ പേര്? അതൊക്കെ പറയാം. മാഷിൻ്റെ എല്ലാ പ്രശ്നങ്ങളും ഞാൻ അറിയും. എല്ലാം ശരിയാവും. അപ്പോൾ നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. താൻ വലിയ കമ്മ്യൂണിസ്റ്റ് ആണല്ലേ? എന്താ അങ്ങനെ ചോദിക്കുന്നേ? താൻ എല്ലാ അനാഥ പിള്ളേർക്ക് എഴുതി കൊടുത്തു എന്ന് കേട്ടു. അത് ചോദിക്കാൻ നീ ആരാ? ഞാൻ നിന്റെ കാലം